പ്ലസ് ടു റിസൾട്ട് എല്ലാം വന്നല്ലോ. ഇനി ഇതിനുശേഷം നഴ്സിംഗ്, പാരാമെഡിക്കൽ, അതുപോലെ ഫാർമസി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതും നമ്മുടെ കേരളത്തിൽ തന്നെ. എങ്കിൽ നിങ്ങൾ തീർച്ചയായും LBS എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കേരളത്തിലെ പ്രൊഫഷണൽ ഡിഗ്രി, ഡിപ്ലോമ എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അതായത് ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. LBS മുഖേന പ്രധാനമായും നഴ്സിംഗ്, പാരാമെഡിക്കൽ, അതുപോലെ തന്നെ ഫാർമസി എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ക്ഷണിക്കുന്നത്. ഇതിൽ ഏതൊക്കെ കോഴ്സുകളാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. BSc നഴ്സിംഗ്, BPharm, PharmD, BPT, BOT, BASLP, MLT, MIT, BSc Optometry, BSc Perfusion Technology, BSc ഡയാലിസിസ് ടെക്നോളജി, BSc ഓപ്പറേഷൻ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി, ഇതുപോലെ മറ്റ് അനവധി പാരാമെഡിക്കൽ കോഴ്സസിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ട എലിജിബിലിറ്റി പ്ലസ് ടുവിൽ സയൻസ് വിഷയമായിരിക്കണം. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇതിൽ ചില കോഴ്സുകൾക്ക് മിനിമം പെർസെന്റേജ് നോക്കത്തുണ്ടാവുള്ളൂ. അല്ലാത്ത കോഴ്സുകൾക്ക് ഇൻഡെക്സ് മാർക്ക്, നമ്മളുടെ പ്ലസ് ടുവിലെ മാർക്ക് അനുസരിച്ചുള്ള ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. LBS വഴി നമുക്ക് ഏതൊക്കെ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കാമെന്ന് നോക്കാം. ഗവൺമെന്റ് കോളേജസ്, ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിംഗ് കോളേജസ്, എയ്ഡഡ് കോളേജസ്, സെൽഫ് ഫിനാൻസിംഗ് കോളേജസ് എന്നിവിടങ്ങളിലേക്കാണ് നമുക്ക് പ്രവേശനം ലഭിക്കുന്നത്. ഇനി അപേക്ഷിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കോളേജ് അംഗീകാരം പരിശോധിക്കുക, യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ നോക്കുക, കോഴ്സ് റെക്കഗ്നിഷൻ പരിശോധിക്കുക, ഇന്റേൺഷിപ്പ് സൗകര്യങ്ങൾ വിലയിരുത്തുക, ഫീസ് സ്ട്രക്ചർ മുൻകൂട്ടി പരിശോധിക്കുക, പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, അതുപോലെ റാങ്ക് എന്നിവ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്ലസ് ടു കഴിഞ്ഞ് നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലേക്ക് നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് LBS നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് LBSന്റെ നോട്ടിഫിക്കേഷൻസ് ആണ്. ആ നോട്ടിഫിക്കേഷൻസ് വന്നു കഴിയുമ്പോൾ അതിൽ കറക്റ്റ് ഡേറ്റ് കാര്യങ്ങൾ തന്നിരിക്കും. ഏത് ഡേറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എത്ര ദിവസം വരെയാണെന്നുള്ളതും ഒക്കെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് ആയിട്ട് നോക്കി അപ്ലൈ ചെയ്ത് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുക. LBSന്റെ കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസിനും അപ്ഡേഷനും വേണ്ടി വിദ്യാമിത്രയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക.